ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സുഗിയനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 കപ്പ് ചെറുപയറാണ് എടുത്തേക്കണത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തേക്കണത്. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെന്ത് കഴിയുമ്പോൾ അധികം വെള്ളമില്ലാണ്ട് ഈ ഒരു രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് വേണം കിട്ടാനായിട്ട്. അഥവാ വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അടുത്തത് ഇതിലേക്ക് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 മുറി നാളികേരം ചിരകിയതാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ശർക്കര പാനിയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 5 ശർക്കരയാണ് പാനിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം വല്ലാണ്ട് കൂടരുത്. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനി കുറച്ച് കട്ടിയിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരം ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. അധികം ലൂസാവാണ്ട് നമ്മളെ ചെറുപയർ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 5 ശർക്കര എടുത്തത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു പാനിലിട്ടിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എന്നിട്ട് ഒന്ന് ചൂടാറി വരണം കേട്ടോ. ചൂടാറി വന്നിട്ട് നമുക്കിതൊന്ന് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ചൂടാറുമ്പോൾ നല്ലൊരു ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ആ ചൂടോടെ തന്നെ ആകുമ്പോൾ ചെറിയൊരു ലൂസ് പോലെ ആയിരിക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദപ്പൊടി എടുക്കണതിൻ്റെ പകുതി അളവിൽ വേണം അരിപ്പൊടി എടുക്കാനായിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി നോക്കാം. അപ്പം മാവ് വല്ലാണ്ട് ലൂസായി പോവാത്ത വിധത്തിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ഏകദേശം 1 കപ്പ് ഓളം വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഒന്നിച്ചല്ലാട്ട് ഒഴിച്ച് കൊടുത്തേക്കണം. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താണ് എടുത്തേക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും കട്ടില്ലാണ്ട് നമുക്ക് നമ്മളെ മാവ് കിട്ടും. ഇത്രയൊരു കട്ടി പരുവത്തിൽ വേണം നമ്മളെ മാവ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു മുങ്ങുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു പകുതി ഭാഗം മുങ്ങുന്ന വിധത്തിലൊക്കെ വേണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ബോൾസാക്കി വെച്ചേക്കുന്ന ആ പയറെടുത്തിട്ട് ഈ മാവിൽ മുക്കിയെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.